വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 150. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവുമീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലും കൊണ്ടും അവിടുത്തെ സ്തുതിക്കുവിൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം
സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണ്ണമായ ആകാശവിതാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണ്ണമായ ആകാശവിതാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വചനോപാസന. ഇന്നത്തെ വചനോപാസനയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത് 150-ാം സങ്കീർത്തനത്തെയാണ്. 150-ാം സങ്കീർത്തനം സങ്കീർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആഹ്വാനം സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ സ്തുതിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് 150-ാം സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വെറും 6 വാക്യങ്ങളെ ആ സങ്കീർത്തനത്തിലുള്ളൂ എങ്കിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള ഒരു മനോഹരമായ ആഹ്വാനം അത് നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് ആരംഭിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഈ സ്തുതി വചനഗീതത്തിൻ്റെ ജീവിതബന്ധിയായ പശ്ചാത്തലം ആചാര അനുഷ്ഠാനം തന്നെയാണ്. തീർച്ചയായും ആരാധക സമൂഹമാണ് ഇതിലെ എല്ലാ ആഹ്വാനങ്ങളുടെയും സ്വീകർത്താക്കൾ. വിശുദ്ധ സ്ഥലം എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ അനുഷ്ഠാനപരമായ ആരാധന സ്ഥലം തന്നെയാണ് വിവക്ഷിക്കുന്നത്. ഇതിൽ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ സ്തുതി വിഷയം പരോക്ഷമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ആരെയാണ് സ്തുതിക്കേണ്ടത്? എവിടെയാണ് സ്തുതിക്കേണ്ടത്? പ്രതാപപൂർണമായ വിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിനെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആരെയാണ്, എവിടെയാണ്, എങ്ങനെയൊക്കെ നമ്മൾ സ്തുതിക്കണമെന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി 3 മുതൽ
5 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്താണ്? അകമ്പടി വാദ്യമേളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അകമ്പടി വാദ്യമേളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. ഇവിടെ പറയുകയാണ്, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ എന്ന്. അപ്പോൾ വെറുതെ സ്തുതിച്ചാൽ പോരാ, വളരെ ആഘോഷകരമായ വിധത്തിൽ വാദ്യമേളങ്ങളോടെ താളമേളങ്ങളിലൂടെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കണം, ദൈവത്തിൻ്റെ മഹിമാവിനെക്കുറിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിനെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും പരമോന്നതമായിട്ടുള്ള ദൗത്യം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നുള്ളതാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പലരും വിചാരിക്കുന്നത് വേറെ ചിലതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പരമോന്നതമായ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജീവിതവും പ്രവർത്തനവും സംസാരവുമൊക്കെ. എന്നാൽ സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നത് ഒരു സൃഷ്ടിയുടെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നുള്ളതാണ് ദൗത്യമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അപ്പോൾ ദൈവസ്തുതിയുടെ സാർവത്രികത ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു സങ്കീർത്തന സമാപനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു ഗാനരൂപമാണ്. അപ്പോൾ ഗാനരൂപത്തിൽ ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം സമാപിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ എവിടെയും ഏതു സമയത്തും ഏതു മാർഗം ഉപയോഗിച്ചും ആരോടുകൂടിയും സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. എവിടെയും എപ്പോഴും ആരോടുകൂടിയും എല്ലാ സമയത്തും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള ആഹ്വാനമാണ് സങ്കീർത്തകൻ നൽകുന്നത്. അപ്പോൾ ദൈവികതയിൽ ഉൾച്ചേർന്ന ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പം അതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുകയാണ്. ഈ ദൈവത്തിൽ ഉൾച്ചേർന്ന നമ്മുടെ ജീവിതം നമ്മിൽ ദൈവത്തിൻ്റെ മനോഭാവം ഉളവാക്കുന്നു. അപ്പോൾ നാം ദൈവസ്തുതിയിൽ സർവശ്രദ്ധയും കേന്ദ്രീകരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വിധം പരിധികൾ മറന്ന ഒരു ദൈവാവബോധം അധികമാർക്കും ഉണ്ടാകണമെന്നില്ല. അപ്പോഴാണ് നാം അനുഷ്ഠാനപരമായ ദൈവസ്തുതിക്ക്, അതായത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് നമ്മെ തന്നെ ക്രമീകരിക്കുന്നത്. അതായത് സ്വയമായിട്ട് നമുക്ക് ദൈവത്തെ സാധിക്കുന്നതിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് അനുഷ്ഠാന ആചാരങ്ങളിലേക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ മതവും മതവിശ്വാസങ്ങളും പരിമിതികൾ ഉയർത്താം ദൈവത്തെ സ്തുതിക്കുന്നതിന്. പരിമിതികളില്ലാത്ത അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങാത്ത ജീവിതബന്ധിയായ ദൈവസ്തുതി യാഥാർത്ഥ്യമാക്കണമെന്നതാണ് സങ്കീർത്തകൻ്റെ ആഗ്രഹം. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് യാതൊരു പരിമിതികളും ഉണ്ടാകാൻ പാടില്ല. അത് അനുഷ്ഠാനങ്ങളിൽ മാത്രം ആകരുത്. വെറുതെ ആഴ്ചയിലൊരിക്കൽ പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ആരാധന നടത്തുന്നതോ മാത്രമായിട്ട് അത് ഒതുങ്ങരുത്. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒരു അവസരം, ഒരു സാഹചര്യമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം എന്നാണ് സങ്കീർത്തകൻ വിവക്ഷിക്കുന്നത്. ഈ സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തിൽ ഈ സങ്കീർത്തനം നൽകിയിരിക്കുന്നത് തികച്ചും അർത്ഥപൂർണമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. അതിന് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുവോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. അതിന് സ്ഥലകാല പരിമിതികളില്ല എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുന്നതിന് മടുപ്പ് തോന്നാത്ത,
അല്ലെങ്കിൽ അതിന് അവസരം നോക്കി കാത്തിരിക്കുന്ന ആളുകളാകാതെ ജീവിതം മുഴുവനും ദൈവസ്തുതിക്കായിട്ട് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വചനോപാസന. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായുയർന്നു നിൽക്കും മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായുയർന്നു നിൽക്കും മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. അവനെ സ്വീകരിച്ചോരെല്ലാം, അവനിൽ വിശ്വസിച്ചോരെല്ലാം ദൈവമക്കളാകാം. അവനെ സ്വീകരിച്ചോരെല്ലാം, അവനിൽ വിശ്വസിച്ചോരെല്ലാം ദൈവമക്കളാകാം. സ്വർഗവാസമേകാ ദൈവമക്കളാകാൻ, സ്വർഗവാസമേകാൻ കൃപയേകി അവതാരം ചെയ്തു, മനുഷ്യാവതാരം ചെയ്തു. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. ഇരുളിൽ അലഞ്ഞിടുന്നോരെല്ലാം, അഴലിൽ വലഞ്ഞിടുന്നോരെല്ലാം ഉദയരശ്മി കാണാ അഭയകേന്ദ്രമേകാ. ഉദയരശ്മി കാണാ അഭയകേന്ദ്രമേകാ. അലിവോടെ അവതാരം ചെയ്തു, മനുഷ്യാവതാരം ചെയ്തു. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ.